ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. NIA കോടതിയെ സമീപിക്കേണ്ടതില്ലെന്നാണ് നിയമോപദേശം. കീഴ്ക്കോടതികൾ പ്രതികളെ റിമാൻഡ് ചെയ്തതിൽ നിയമപ്രശ്നമുണ്ടെന്ന് പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജ്കുമാർ തിവാരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് കേൾക്കാം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. जब जज साहब के सामने बेल पिटिशन गया तो जज साहब का ये ऑब्जर्वेशन था कि ये जो सेक्शन है ह्यूमन ट्रैफिकिंग का, ये ट्रायल बाई NIA कोर्ट है और इसलिए हमारा ज्यूरिडिक्शन नहीं बनता है, इसलिए उन्होंने बेल को डिस्पोज ऑफ किया है, रिजेक्ट नहीं किया है. हमने लोअर कोर्ट में जिस कोर्ट ने जेल में उनको रिमांड भेजा है उस कोर्ट में भी एक ऑब्जेक्शन रेज किया है कि ये अब अगर ये फाइंडिंग आता है कि ये ट्रैवल बाई NIA कोर्ट है तो हमारा रिमांड से हमको डिस्चार्ज किया जाए. उस पर कल कोर्ट ऑर्डर करेगा. വിഷയത്തിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് UDF എംപിമാർക്ക് അനുമതി നിഷേധിച്ചു. അനുമതി നിഷേധിച്ച പശ്ചാത്തലത്തിൽ UDF എംപിമാർ ഇന്ന് അമിത്ഷായെ കാണും. കേരളത്തിൽ കേക്കും ഉത്തരേന്ത്യയിൽ കൈവിലകും മർദ്ദനവുമാണെന്നും സഭ മനസ്സിലാക്കണമെന്ന് ദേശാഭിമാനിയിൽ MV ഗോവിന്ദന്റെ ലേഖനം. സംസ്ഥാനത്ത് BJPക്കെതിരെ കത്തോലിക്ക സഭ പ്രതിഷേധം തുടരും. ഞായറാഴ്ച പള്ളികളിൽ ഇടയലേഖനം വായിക്കും. ആദിൽ പാലോടും നോബൽ മാരിക്കാരനും റഹീസ് റഷീദും തത്സമയം ചേരുന്നുണ്ട്. ആദിൽ ഇപ്പോൾ ദുർഗ സെഷൻസ് കോടതിക്ക് മുന്നിലാണ് ഉള്ളത്. നോബലും റഹീസും കൂടുതൽ വിവരങ്ങൾ നൽകുകയും ചെയ്യും. ആദ്യം നമുക്ക് അതിലേക്ക് പോകാം. ആദിൽ, ഗുഡ് മോർണിംഗ്. ആദിൽ, ഏതായാലും വല്ലാത്ത ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. സെഷൻസ് കോടതിയിലും നമ്മുടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയില്ല, അഥവാ അത് പരിഗണിക്കാൻ പോലും സെഷൻസ് കോടതി തയ്യാറായില്ല. NIA കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് നമ്മളിത് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നത്. നമ്മൾ അഭിഭാഷകനുമായിട്ട് സംസാരിക്കുമ്പോൾ, രാജ്കുമാർ തിവാരിയുമായിട്ട് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രതികരണം എന്താണ്? നമുക്ക് പ്രതീക്ഷയുണ്ടോ? നമ്മുടെ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ആദിൽ പാലോട്. അരുൺകുമാർ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് 3 ഭാഗങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്ന് രാജ്കുമാർ തിവാരിയുടേതാണ്. കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ, ഞാനിപ്പോൾ നിൽക്കുന്ന ദുർഗ് സെഷൻസ് കോടതിയിലെ പ്രശസ്തനായ പ്രമുഖനായ അഭിഭാഷകനാണ് രാജ്കുമാർ തിവാരി. രാജ്കുമാർ തിവാരി റിപ്പോർട്ടർ TVയിലൂടെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ദുർഗ് സെഷൻസ് കോടതി പറയുന്നു തങ്ങൾക്ക് ഈ കേസ് പരിഗണിക്കാൻ അധികാരമില്ല, അധികാര പരിധിക്ക് പുറത്താണ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ കീഴ്ക്കോടതിക്ക് എങ്ങനെയാണ് കന്യാസ്ത്രീകളെ റിമാൻഡ് ചെയ്യാൻ കഴിയുക എന്ന ചോദ്യമാണ്. ആ റിമാൻഡ് ഡിസ്ചാർജ് ചെയ്യണം, ആ റിമാൻഡ് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രാജ്കുമാർ തിവാരി എന്നുള്ളതാണ്. അത് ഇന്നലെ തന്നെ CBCI നിയമസംഘം, ഇവിടെ എത്തിയ അഭിഭാഷക സംഘവും അക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഈ തങ്ങൾക്ക് അധികാരപരിധി ഇല്ലെങ്കിൽ, NIA കോടതിക്കാണ് എല്ലാ അധികാരങ്ങളുമെങ്കിൽ നേരെ NIA കോടതിക്ക് വിടാതെ എന്തിന് റിമാൻഡ് ചെയ്തു? റിമാൻഡ് നിയമവിരുദ്ധമല്ലേ എന്ന നിയമപ്രശ്നം ഉന്നയിക്കുകയാണ് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ എന്നതാണ് ഒന്നാമത്തെ വശം. രണ്ടാമതായി ഇപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് NIA കോടതിയിലേക്ക് പോകാനാണ് ദുർഗ് സെഷൻസ് കോടതിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NIA കോടതിയിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ കൂടിയാലോചനകളും നിയമവിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ചകളും ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു നിയമോപദേശം, NIA കോടതിയിലേക്ക് പോയാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായേക്കുമെന്ന വിലയിരുത്തലാണ്. അതുകൊണ്ട് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് ഒരു ജാമ്യാപേക്ഷ കൊടുക്കാനുള്ള ആലോചനകളാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ പുരോഹിതരും ഇവിടെയുള്ള MLA ഒക്കെ ചേർന്നൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ആ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഇതിനെ സമീപിക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഭാഗം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം, ഇത് ദുർഗ് സെഷൻസ് കോടതിയുടെ വളപ്പാണ്. ഇവിടെയാണ് ഇന്നലെ നാടകീയമായ പല സംഭവങ്ങളും, നമ്മൾ അങ്ങനെയൊക്കെ നടക്കുമോ എന്ന് തന്നെ ആശങ്കപ്പെടുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ നടന്നത്. ഇവിടെ കോടതിയിൽ കേസെടുക്കുന്നതിന് മുൻപ് തന്നെ ബജരംഗ് ദൾ, ഈ കാണുന്നതൊക്കെ കോടതി ഓഫീസും പരിസരവും വക്കീലന്മാരുടെ ഓഫീസും ഒക്കെയാണ്. ഇവിടെ ഈ പരിസരത്ത് കോടതി സമയം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബജരംഗ് ദൾ പ്രവർത്തകർ കൂടിയെത്തി ജയ് വിളിക്കുകയും പിന്നീട് വിധി അനുകൂലമായപ്പോൾ, കന്യാസ്ത്രീകൾക്കെതിരെ വിധി വന്നപ്പോൾ വലിയ തോതിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി ജയറാം വിളികൾ പ്രദേശത്താണ്. വലിയ ജനക്കൂട്ടമായിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? അത് കോടതി ലക്ഷ്യമാവില്ലേ? ഒരു കോടതി വളപ്പിനുള്ളിലാണ് ഇത്തരം കാര്യങ്ങൾ അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു.